റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു അതിഥിയെ, നിങ്ങളെപ്പോലെ തന്നെ ഒരു അതിഥിയെ വിളിക്കുന്നു. അവർ ഇനിയുള്ള കുറച്ച് സമയം നമ്മളെ അവരുടെ കഴിവുകൾ കൊണ്ട് വിസ്മയിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നും ഒരു നല്ല പാട്ടുകാരിയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവർ വന്നിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം, പാട്ട് കേൾക്കാം, പിന്നെ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും, നിങ്ങൾക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും. അങ്ങനെ ഒരു കുറച്ച് സമയം. റെഡിയാണോ? റെഡി. സോ ലെറ്റ്സ് വെൽക്കം സോണി മോഹൻ. അപ്പം നമസ്കാരം. താങ്ക് യു. എന്തായാലും നിത്യയ്ക്ക് വളരെ സന്തോഷമാവും, കാരണം മലപ്പുറത്തു നിന്നാണ് വരുന്നത്. കോഴിക്കോട് മലപ്പുറം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഒരു ആത്മബന്ധമുള്ള സ്ഥലങ്ങളാണ് അല്ലേ? അതെ അതെ. അപ്പം ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യണേ. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ന്യൂസ് ചാനലിൽ ആങ്കറായിട്ട്. ന്യൂസ് ചാനലിൽ ആങ്കർ. ഓ, അപ്പൊ ഒരു പാട്ടുകാരി മാത്രമല്ല, ഒരു അവതാരകയും കൂടിയാണ്. അപ്പൊ ഈ ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ അതായത് ഇങ്ങനെ ഭയങ്കര അത് സ്റ്റാർട്ടപ്സിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പൊ പാട്ടുകാരി എന്നുള്ളതാണോ ആങ്കർ, അല്ലെങ്കിൽ അഭിനയം, അതൊക്കെയാണോ സ്വപ്നം? പാട്ടുകാരിയാണ്. പാട്ടുകാരി തന്നെയാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പാട്ടുകൾ പാടുക മാത്രമല്ല എഴുതും എന്നും കൂടി കേട്ടിട്ടുണ്ട്. എഴുതാറുണ്ട്. അതെ. തമിഴ് സിനിമകളിലാണ്. തമിഴ് ഒരു മൂവിയിലേക്ക് ഇപ്പൊ എഴുതി, റിലീസ് ആയിട്ടില്ല. ആ മൂവിയുടെ വിശേഷങ്ങൾ പറയൂ. ഷീറോ എന്നാണ് മൂവിയുടെ പേര്. ഷീറോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സണ്ണി ലിയോൺ ആണ് ലീഡ് റോൾ ചെയ്യുന്നത്. ഓ, അത് ശരി. അതായത് ഒരു സ്ത്രീ ഹീറോ ആവുന്നു. അപ്പം അതിലേക്കൊരു സോങ് എഴുതി. ഗൗതം വിൻസെന്റ് ആണ് അതിന്റെ മ്യൂസിക്. അപ്പൊ അതൊരു തുടക്കമാണ് തമിഴ് സിനിമയിൽ. അതെ. അപ്പൊ മലയാളത്തിൽ മലയാളം എഴുതാറുണ്ട്. 10ഓളം ആൽബം സോങ്സ് മ്യൂസിക്കൽ ആൽബത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പാടുന്നു. പാട്ടാണ്. ഈ എത്ര വയസ്സ് മുതലാണ് ഈ എഴുതാനും പാടാനും ഒക്കെ തുടങ്ങിയത്? എഴുതാൻ ചെറുപ്പം തൊട്ടേ എഴുതുമായിരുന്നു. കോമ്പറ്റീഷനൊക്കെ നിത്യയെ പോലെ തന്നെ ചെറുപ്പം മുതൽ എഴുതുമായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ്, നിത്യയുടെ കവിതകളൊക്കെ ഫ്രണ്ട്സ് അയച്ചു കൊടുക്കുമ്പോൾ മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാറില്ല. നേരിട്ട് പോയി. അതാണ് ബുദ്ധി. കോളേജിലും സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻ എഴുതുമായിരുന്നു. 2 വർഷമായിട്ടുള്ളൂ ശരിക്കും ഇങ്ങനെ ഒരു ട്യൂണിനനുസരിച്ച് ലിറിക്സ് എഴുതാൻ തുടങ്ങിയിട്ട് 2 വർഷം ആയതുകൊണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സോണി എഴുതിയ ഏതെങ്കിലും ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കണ്ടേ? മനമകളേ തിരയുകയാ നനവേഴുമാ കനവുകളേ പുതുമഴ പോൽ പുലരികളിൽ വിരിയുകയോ ഏതോ വിമുഖമേ തിന്നൽ തലോടുന്ന പോലെ കാണാതെ പോകുന്നു കാലം. നിത്യ ഇതൊക്കെ കേൾക്കുമ്പോൾ അതായത് തോന്നുന്നുണ്ടാവോ, എനിക്ക് പാട്ട് ഇത്രയും ഇഷ്ടമാണല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പാടാൻ പറ്റും? തീർച്ചയായിട്ടും എനിക്ക് പാടാനുള്ള കഴിവ് ദൈവം തന്നില്ല. എത്ര വലിയ കുഴപ്പമില്ല. എല്ലാ കഴിവും കൂടെ എല്ലാവർക്കും കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആശ്വസിക്കുന്നു ഇതേപോലുള്ള പാട്ടുകൾ കേട്ട്. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നിത്യക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കണമെന്നുണ്ടോ? റാസാവേ ഉന്ന്. റാസാത്തിയല്ലേ? റാസാത്തി നമ്മള് പെണ്ണുങ്ങളല്ലേ? ഓ, അങ്ങനെ. പക്ഷെ ശരിക്കും അങ്ങനെയുണ്ട്. റാസാവേ ഉണ്ട്, റാസാവേ. നമ്മള് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ റാസാവേ. അതെ. റാസാവേ ഉന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുക. റാസാവേ ഉന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുക. പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഉന്നെ തേടുതേ. രാസാവേ ഉന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുക. കാത്താടി പോലാടുക. താങ്ക് യു. ഓ, അടിപൊളി അടിപൊളി.
നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിത്യക്ക് റാസാവിനെ മിസ് ചെയ്യുന്നുണ്ടാവൂല്ലോ. ഒരു റാസാവിനെ വെറുതെ പറഞ്ഞതാ. ഇഷ്ടമുള്ള പാട്ട് അങ്ങനെയൊന്നുമില്ല. ചേച്ചി എഴുതും ചെയ്യുമല്ലേ പാട്ട്? ഇനി നിങ്ങൾ കവികൾ തമ്മിൽ എന്തെങ്കിലും ചോദിക്കാൻ ആശയങ്ങൾ കൈമാറുന്നില്ല? എഴുതും, പക്ഷേ ഞാൻ എഴുതിയ ചിലപ്പോ കാണുമ്പോ എനിക്ക് ഇപ്പൊ ഇതുപോലെ ഒരു മ്യൂസിക് ചെയ്യാനൊക്കെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കൊരു ഹെൽപ്പായി പോയേനെ. പക്ഷെ ആരും അങ്ങനെ ചെയ്തില്ലല്ലോ, കിട്ടിയില്ല. നിത്യയുടെ വിഷമിച്ച നിത്യ എഴുതുന്നു, കളയുന്നു, എഴുതുന്നു, എടുത്തു വെക്കുന്നു. പിന്നെ ആരും ഇല്ല നിത്യയെ പ്രോത്സാഹിപ്പിക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നിത്യ ഒരു നിമിഷ കവിയാണ്. നിമിഷ കവിയായ നിത്യ ഒരു കവിത എഴുതുന്നു. ഈ കുട്ടി ഇതുവരെ കമ്പോസ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് സ്ത്രീകളുടെ വേദി ആയതുകൊണ്ട് നമ്മളൊരു അവസരം കൊടുക്കുകയാണ്, ഒരു നല്ല ഒരു ട്യൂൺ അങ്ങ് കമ്പോസ് ചെയ്യാൻ. എന്നിട്ട് ഗാനഭൂഷണം സ്വാസിക അത് പാടുന്നു. സ്വാസിക അത് പാടുന്നതായിരിക്കും. ആയിക്കോട്ടെ. ഞാൻ ഇന്ന് വരെ ടിവിയില് എന്റെ ഒരു കവിത ടിവിയിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചിട്ടില്ല. സോഡി ആണെങ്കിൽ ഇതുവരെ കമ്പോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് രണ്ടിലൊന്നൊരു തീരുമാനം ആക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ. മലയാളത്തിലാണോ എഴുതേണ്ടത്? അല്ല, ചേച്ചിക്ക് ഏതാ കംഫർട്ട്? സ്വാസിക എഴുതിക്കോളൂ, ഞാൻ പറയാം. ഓഹോ, ഇനി അതും കൂടി ഞാൻ എഴുതണം. ഞാൻ ഗാനഭൂഷണാണ്, എനിക്ക് എഴുതാറില്ല. അല്ല, തൽക്കാലം ആ കുട്ടി പാടിക്കോട്ടെ, ഇപ്പൊ എഴുതിയാ മതി. ശരി, അപ്പൊ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വരട്ടെ, ഒന്ന് എഴുതി കളയാം. യെസ്. അപ്പൊ ദാ ഞാൻ എഴുതാനായിട്ട് എന്റെ കൈ തരിച്ചിരിക്കുകയാണ്. പറഞ്ഞോളൂ കുട്ടി. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, കാരണം ഞാൻ അത്ര തമിഴിൽ അത്ര വലിയ ഫ്ലുവന്റ് ഒന്നും അപ്പൊ കുഴപ്പമില്ല. ഇനി കേൾക്കുന്നവരാണെങ്കിലും നമ്മളെ മലയാളം ചാനലാണ്, അപ്പൊ വലിയ കുഴപ്പമില്ല. അവര് ഫ്ലുവന്റ് അല്ല, അപ്പൊ എല്ലാവരും തെറ്റുകൾ പഠിക്കുകയാണ്. சிரிக்க வைக்க வந்தேன்னு நினைச்சேன், ஆனா என்ன அழுக வச்சு போயிட்டேன். ശോകം അല്ലേ? ശോകം. നല്ല ഇട്ടോളൂ, മാക്സിമം പോട്ടെ. പഠിച്ചോനെ കാത്തോണേ. പോയി, എല്ലാം പോയി. താത്താൻ പറ്റൂ? അല്ല, ഫീലിങ്സ് ഹൈയാ. പറഞ്ഞിട്ട് എന്താ കാര്യം, അനുഭവിച്ചല്ലേ പറ്റൂ. ഓക്കെ, ബാക്കി. വേണ്ട. എന്റെ കവിതയെ കൊല്ലണ്ട. ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. കുട്ടി തന്നെ പാടിക്കോളൂ. ഞാനൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തോളൂ. ആക്ച്വലി ഇതേതോ മലയാളം കവിത പാടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫീൽ. എല്ലാരും ക്ഷമിക്കണം. നല്ലതാ. അഴുത വച്ചു പോയിട്ടേ ഇപ്പ സിരിക്കരുതാ എനിക്ക് എന്നോട് അഭിമാനം തോന്നുന്നു. അതായത് ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അതിന്റെ ഒരു ഭാവം, അതായത് നിത്യ എഴുതിയ ആ ഒരു പെയിൻ
കറക്റ്റ് ആ വോയിസിൽ വന്നു. ഞാനങ്ങനെ പാടിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു. സത്യം ഞാനും. അപ്പൊ എന്തായാലും നിത്യയ്ക്ക് നമ്മൾ നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു, സോണിക്കുട്ടിക്ക് നമ്മൾ നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു. വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും, നമ്മളൊരു തമാശക്ക് തുടങ്ങിയ ഒരു സംഭവമാണെങ്കിൽ അതൊരു കാര്യമായിട്ട് ഒരു രസമായിട്ട് മാറി. ആൻഡ് ഇനിയും ആ ഒരു നിത്യ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സംഭവങ്ങൾ ഇത് മുന്നോട്ട് പോട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ.